ഇംതിയാസ്, നാട്ടുകാർ ഏതെങ്കിലും തരത്തിൽ ഒരു സമവായത്തിന് തയ്യാറാകുന്നുണ്ടോ? ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ നിയമവും ചട്ടവും അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്ന് പരിമിതി അവരുടെ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർക്ക് SOP മാനദണ്ഡ പ്രകാരം തന്നെയാണ് ഈ ഷൂട്ടിൻ്റെയും അതുപോലെ തന്നെ കടുവയെ പിടികൂടുന്ന ഘട്ടങ്ങളിലേക്കൊക്കെ കടക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഈ ജനരോഷം അതങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒരുപാട് സമയമായി ഈ ക്യാമ്പ് ഓഫീസിന് മുൻപിൽ വനപാലകരോട് ഇവർ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിട്ട് അത് ഒരുപാട് നേരമായി ആ തർക്കം അങ്ങനെ തന്നെ നീണ്ടുപോവുകയാണ്. ഇവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ, അതായത് ഇവിടെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നപ്പോൾ, നിരോധനാജ്ഞ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളുടെ വാർഡ് കൗൺസിലറോട് പോലും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ തന്നില്ല, ബോധവൽക്കരണം എന്ന രീതിയിൽ ഒന്നും ചെയ്തില്ല എന്നാണ്. ഇനിയിപ്പോൾ ഈ കടുവയെ പിടിച്ചു കഴിഞ്ഞാൽ, അത് കൂട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ഷൂട്ട് ചെയ്യുമോ, നിങ്ങൾ അതിനെ വെടിവെച്ച് കൊല്ലുമോ എന്ന് ചോദിക്കുമ്പോൾ ഈ മാനദണ്ഡ പ്രകാരം കാര്യങ്ങൾ ചെയ്യേണ്ടതുള്ളത് കൊണ്ട് ഒരു കൃത്യമായ മറുപടി പറയാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും DFO അടക്കം സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഈ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ഉച്ചയോടെ ഇങ്ങോട്ടേക്ക് എത്തി അവരൊരു കൃത്യമായ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ട് വേണം ഇന്ന് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇന്ന് ഒരു സ്ത്രീ നമുക്ക് പ്രതികരണം തന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് ഈ രാധയെ കൊന്നതിന് 200 മീറ്റർ തൊട്ടപ്പുറത്ത് നിന്ന് അവരുടെ വീട്ടിലെ കൂട്ടിലുണ്ടായിരുന്ന ഒരു പട്ടിയെ കാണാതായിട്ടുണ്ട്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് കാണാതായിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോഴും ഈ പ്രതിഷേധം അങ്ങനെ തന്നെ തുടരുകയാണ്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിനനുസരിച്ച് പറമ്പിൽ നിന്നാണ് ഇവരെ ഈ വിഷയത്തെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള ആ ശ്രമത്തെ ഞങ്ങൾ തടുക്കും. ഒപ്പം ഇവര് എന്താ പറയാ, സൂട്ടഡ് സൈറ്റ് എന്നുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുള്ള ആ ഓർഡറിൽ നിന്ന് തന്നെ ഇവിടെയുള്ള എല്ലാ മാധ്യമ പ്രവർത്തകർക്കും വ്യക്തമായ കാര്യമാണ്. നേരത്തെ മുതൽ ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഒരു ഉത്തരം CCFO DFO തന്നിട്ടില്ല. അതിൽ തരാൻ കഴിയില്ല. ഇതിനൊരു തീരുമാനം ഇപ്പോ നമ്മൾ നിന്ന് ഈ സംസാരിക്കുന്ന ഈ സ്ഥലത്തിന്റെ തൊട്ടപ്പുറത്ത് 50 മീറ്റർ അപ്പുറത്താണ് ഈ സമയത്ത് 1 മണിക്കൂർ മുമ്പ് ഒരു നായയെ പിടിച്ചുകൊണ്ട് പോയത്. അപ്പൊ ഇവരിവിടെ എല്ലാ കോലാഹലങ്ങളും ഉണ്ടാക്കി എല്ലാവിധ അത്യാധുനിക ഉപകരണങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്താ ചെയ്യാ? സംഘം ഉൾപ്പെടെ അവിടെ ഉണ്ട്. പക്ഷേ അതിനിടയിലും ഒരു നായയെ കടുവ പിടിച്ചുകൊണ്ടുപോയി എന്ന പരാതിയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം വേണം. അതേസമയം അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും, പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നത് അത് കൂടുതൽ വഷളായിക്കൊണ്ടേയിരിക്കുകയാണ്. കടുവയെ വെടിവെച്ച് കൊല്ലണം എന്ന ആവശ്യം മന്ത്രി നൽകിയ ഉറപ്പ്, അതിൽ നിന്ന് വനം വകുപ്പ് പിന്നോട്ട് പോയി എന്നത് ഉത്തരവിൽ തന്നെ വ്യക്തമാകുന്ന സാഹചര്യത്തിൽ പരിമിതികൾ പലതുണ്ടാകാം. പക്ഷേ എങ്ങനെ അവിടെയുള്ള ആളുകളെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയും, എങ്ങനെ വീണ്ടും ഇത്തരം ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ കഴിയും? ഈ നായ പിടിച്ചു എന്ന് പറയുമ്പോൾ അത് ആളുകൾക്ക് കൂടുതൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന കാര്യമാണ്. മാത്രമല്ല ഈ കടുവ അതിന്റെ പരിസരത്ത് എവിടെയോ തന്നെ ഉണ്ട് എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും കരുതുന്നത്. അപ്പോൾ അവിടെ നായയെ പിടിക്കുമ്പോഴത്തേക്ക് ഇനി വീണ്ടും വരുമോ? വീണ്ടും ജനങ്ങൾക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ഭീതി ഉണ്ടാക്കുന്ന രീതി ഉള്ള സാഹചര്യമാണ് അവിടെ ഉള്ളത്.